ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ ഡെസിമൽ ഫോംസ് എന്ന ചാപ്റ്റർ പേജ് നമ്പർ 164 വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് 164 മുതലുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ നമ്മൾ എടുക്കാൻ പോകുന്നത് സം അതർ ഫ്രാക്ഷൻ എന്ന ഭാഗമാണ് പറയുന്നത്. അതിൽ 1/2 എന്ന് പറഞ്ഞ ഒരു ഫ്രാക്ഷൻ ഉണ്ട്. ആ ഫ്രാക്ഷനെ നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് മാറ്റണം. ആ ഡെസിമൽ ഫോമിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന നമ്പേഴ്സിനെ എപ്പോഴും 10ൻ്റെ പവറുകളാക്കി എഴുതണം. അതായത് 10, 100, 1000, 10000 ആ നമ്പേഴ്സ് ആക്കിയിട്ട് എന്തിനെ മാറ്റണം? ഡിനോമിനേറ്ററിനെ മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ 2 ആണ് അല്ലേ? അപ്പോൾ ഈ 2 കൂടെ എത്ര ഗുണിച്ചാലാണ് 10 കിട്ടുക? 5. അപ്പോൾ ആ 5നെ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി 1 × 5 5, 2 × 5 10. അപ്പോൾ 5/10 എന്ന് കിട്ടി. ഇനി ഇതിനെ ഡെസിമലിലേക്ക് മാറ്റുമ്പോൾ ഈ 5 എഴുതുക. ഡിനോമിനേറ്റർ ടെൻസിൽ എത്ര 0 ഉണ്ട്? ഒരു 0. അപ്പോൾ ഈ 5ൻ്റെ ബാക്കിൽ നിന്ന് ഒരു സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുക, 0 ഇടുക. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുമ്പോൾ 1/5. ഈ 1/5 5ന് എത്ര ആക്കണം? 10ൻ്റെ പവേഴ്സ് ആക്കണം. അപ്പോൾ 5 കൂടെ എത്ര ഗുണിച്ചാൽ 10 കിട്ടുമോ നോക്കുക. 10 കിട്ടും. 5 കൂടെ 2 ഗുണിച്ചാൽ 10. അപ്പോൾ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും 10 മൾട്ടിപ്ലൈ ചെയ്ത് 1 × 2 2, 5/2 10 ഈക്വൽ ടു എത്രയാണ്? 0.2. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി തേർഡ് ക്വസ്റ്റ്യൻ 2/5. 2/5നെ മാറ്റാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? 5ൽ കൂടെ എത്ര മൾട്ടിപ്ലൈ ചെയ്യുക? 2 മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 2 4, 4/10 എത്രയാണ്? 0.4. ഇനി അടുത്ത ചോദ്യം 3/5. 5നെ 10 ആക്കാൻ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3/5 × 2 2 × 3 6/10 എത്രയാണ്? 0.4. അടുത്ത ചോദ്യം 4/5. എങ്ങനെ മാറ്റുക? 4/5 5ൽ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്ത 10 കിട്ടും. 4 × 2 8/10 ഈക്വൽ ടു 0.8 എന്ന് കിട്ടി. ഇതെല്ലാതും എത്രേൻ്റെ പവറാണ്? 10ൻ്റെ പവറിലേക്ക് മാറ്റുന്നതാണ്. അപ്പോൾ നമ്മളിനി എന്താ ചെയ്യേണ്ടത്? അടുത്തത് 10ൻ്റെ പവർ 10ൻ്റെ കഴിഞ്ഞിട്ട് നമ്മൾ 100ൽ മാറ്റാൻ വേണ്ടി പറ്റുമോ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ എഴുതി 1/4. ഈ 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കൂടെ പട്ടികയിൽ 10 ഇല്ല. അപ്പോൾ 10 നമുക്ക് 4ന് എത്ര ആക്കാൻ പറ്റില്ല? 10 ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ 10 കഴിഞ്ഞെങ്കിൽ പിന്നെ നമ്മൾ എത്ര നോക്കേണ്ടത്? 10 ഇല്ല വെച്ചാൽ പിന്നെ 100 ആക്കാൻ പാടുള്ളൂ. അപ്പോൾ 4 കൂടെ എത്ര ഗുണിച്ചാലാണ് 100 കിട്ടുക നോക്കണം. അപ്പോൾ നമ്മൾ 25 കൂടെ 4 ഗുണിച്ച് കഴിഞ്ഞ് എത്ര കിട്ടി? 100 കിട്ടി. അപ്പോൾ 4നെ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും 100 മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ ഒരു 100 100/100 എത്രയാണ്? ഒരു 100 എത്രയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ഇത് തെറ്റിയുണ്ട്. 1/4 4 കൂടെ 25 മൾട്ടിപ്ലൈ ചെയ്താലാണ് എത്ര കിട്ടുക? 100 കിട്ടുക. അപ്പോൾ 1 × 25 25/100 ഈക്വൽ ടു 25 എഴുതുക. എത്ര 0 ഉണ്ട്? 2 0. ബാക്കിൽ നിന്ന് 1 2 2 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുക, 0 ഇടുക. അടുത്ത ചോദ്യം 3/4 ഈക്വൽ ടു 3/4 × 4 കൂടെ 25 മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 25 75/100 എത്രയാണ്? 75 എഴുതി 2 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുക, 0.75. അടുത്ത ചോദ്യം 1/25. 25 കൂടെ എത്ര ഗുണിച്ചാലാണ് 100 കിട്ടുക? 4. അപ്പോൾ 1/25 × 100
ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ചെയ്യാം. 1 × 25 കൂടെ 4 ഗുണിക്കേണ്ടത് അല്ലേ? 4 ഗുണിച്ചാലാണ് 100 കിട്ടുക. അപ്പോൾ ഒരു 4/100. 2 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടണം. അപ്പോൾ 4 എഴുതി. എത്ര 0 ഉണ്ട്? 2 0. അപ്പോൾ ഇവിടെ ഒരു സംഖ്യയുള്ളൂ. 2 സ്ഥാനം കഴിഞ്ഞാൽ നമ്മൾ പോയിന്റ് ഇടേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക? ഫ്രണ്ടിൽ ഒരു 0 ചേർത്തിട്ട് പോയിന്റ് ഇടുക, 0 ചേർക്കുക. അപ്പോൾ ഉത്തരം 0.04. അടുത്ത ചോദ്യം 2/25. 25 കൂടെ 4 ഗുണിച്ച് കഴിഞ്ഞ് എത്ര കിട്ടും? 100 കിട്ടും. ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററും 4 ഗുണിച്ച് 2 4 8 8/100 സമം 8 എഴുതി. 2 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടണം. അപ്പോൾ ഒരു സംഖ്യ ഇല്ല, അപ്പോൾ 0 ഇടുക, പോയിന്റ് ഇടുക, 0 ചേർക്കുക. ഇനി അടുത്തത് നമ്മളിപ്പോൾ 100നെ ആക്കി. ഇനി എത്രയാക്കണം? 1000നെ ആക്കാൻ നോക്കി നോക്കാം. ഇനി 1/8. അപ്പോൾ 8ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ എത്ര ഇല്ല? 100 ഇല്ല. ഇനി 8ൽ കൂടെ 8നെ നമുക്ക് എത്ര ആക്കാൻ പറ്റില്ല? 100 ആക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ എത്ര ആക്കാൻ വേണ്ടി പറ്റിയ? 1000. അപ്പോൾ 1/8. 8 കൂടെ 125 ഗുണിച്ച് കഴിഞ്ഞ് നമുക്ക് എത്ര കിട്ടി? 1000 കിട്ടി. 1 × 125 125/8 × 125 1000 സമം 125 എഴുതി. എത്ര 0 ഉണ്ട്? 3 0. ബാക്കിൽ നിന്ന് 3 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുക. 1 2 3 പോയിന്റ് ഇടുക, ഫ്രണ്ടിലൊരു 0 ചേർക്കുക. അടുത്തത് 3/8. അപ്പോൾ 8ൽ കൂടെ 125 ഗുണിച്ച് കഴിഞ്ഞ് എത്ര കിട്ടും? 1000 കിട്ടും. അപ്പോൾ 3/8 × 125 × 125. 3 × 125 375/1000 സമം 375. 3 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുക, 0 ഇടുക. ഇതാണ് ഈ ഭാഗത്ത് വരുന്ന കുറച്ച് വർക്കൗട്ട് ചോദ്യങ്ങൾ. ഇനി നമ്മൾ പേജ് നമ്പർ 166 എക്സസൈസിലേക്ക് കടക്കാം. നമുക്ക് ചോദ്യം ഒന്ന് എന്ത് ചെയ്യാം നോക്കാം. ഇതാണ് ചോദ്യം. റൈറ്റ് ദ ഫ്രാക്ഷൻ ബിലോ ഇൻ ഡെസിമൽ ഫോം. താഴെ കൊടുത്തിരിക്കുന്ന ഭിന്നരൂപങ്ങളെയൊക്കെ എന്തിലേക്ക് മാറ്റണം? ഡെസിമൽ ഫോമിലേക്ക് മാറ്റണം. നമുക്ക് ആകെ എത്ര ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനുള്ളത്? 5 ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസ് ഉടനടി ഒന്ന് വായിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ 3/20. നാലാമത്തെ ചോദ്യം 3/40. അടുത്ത ചോദ്യം 13/40, 7/8, 5/16. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് എന്ത് ചെയ്യാം? ചെയ്ത് തുടങ്ങാം. നമുക്ക് ഒന്നാം ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തേൽ ഫസ്റ്റത്തത് 3/20. 20 കൂടെ 5 ഗുണിച്ച് കഴിഞ്ഞാൽ 100 കിട്ടും. 20ൻ്റെ ഗുണപ്പട്ടികയിൽ 100 ഇല്ലയോ? 20 20 2 20 40, 3 20 60, 4 20 80, 5 20 100. 10 ഇല്ലല്ലോ, അപ്പോൾ പിന്നെ 100 ആക്കുക. അപ്പോൾ 3/20 × 5 മുകളിലും 5. അപ്പോൾ 3 5 15/100 ഈക്വൽ ടു 15 എഴുതി. 2 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക, 0 ഇടുക. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ 3/40. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിനോമിനേറ്ററിനെ എത്രയാക്കി മാറ്റണം? നമ്മൾ 10 100 അങ്ങനെ ആക്കി മാറ്റണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ 40നെ എത്രയാണ് ആക്കാൻ വേണ്ടി പറ്റുക നോക്കണം. കൂടെ 25 ഗുണിച്ച് കഴിഞ്ഞാൽ 40 കൂടെ 4 കൂടെ 25 ഗുണിച്ച് കഴിഞ്ഞാൽ ഒന്ന് എഴുതാം. 4 കൂടെ 25 ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 1000 കിട്ടും. ഗുണിച്ച് നോക്കാം. 25 × 4 14 0, ബാക്കി 2 2 4 8 2 10. അപ്പം 45 × 4 എത്രയാണ്? 100. 1000 അല്ല, 100. 2 4 5 20 0, ബാക്കി 2 2 4 8 2 10. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഈ 40നെ
എത്രയാക്കി മാറ്റാം? 4 കൂടെ ഇവിടെ നിന്ന് എഴുതാം. 4 കൂടെ 25 ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 100 കിട്ടും. നമുക്കിവിടെ 40 അപ്പോൾ എന്ത് ചെയ്യുക? 40-നെ ഞാൻ ആദ്യം 4 × 10 എന്ന് മാറ്റി എഴുതും അല്ലേ? 40-നെ 4 × 10 40. ഈ 4 കൂടെ എത്ര ഗുണിച്ചാൽ 100 കിട്ടും? 25 ഗുണിച്ചാൽ 100 കിട്ടും. അപ്പം 100 കൂടെ 10 ഗുണിച്ച എത്രയായി? 1000 അപ്പോൾ നമ്മളിതിനെ എങ്ങനെ മാറ്റി എഴുതാൻ വേണ്ടി പോകുന്നത്? സമം 3/4 × 10 ഇൻറ്റു ഒരു 25 കൂടി ഗുണിച്ച്. അതെങ്ങനെയാണ് വന്നത്? 4 കൂടെ 25 ഗുണിച്ചാൽ നമുക്ക് 100 കിട്ടും. അത് കൂടെ ഒരു 10 ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയായി? 1000. അപ്പോൾ ഡിനോമിനേറ്ററിൽ നമ്മൾ എത്രയാണ് ഗുണിച്ചത്? 25 നമ്മൾ ഗുണിച്ചത്. ഈ 40 നമ്മൾ മാറ്റിയത് മാത്രമാണ് എത്ര? 4 × 10. അത് ശ്രദ്ധിക്കുക. ഈ 4 × 3 × 25 75. 75/4 × 25 × 100 4. 25 × 4 100 × 10 1000. 75/1000. 75/1000 സമം 75. എത്ര സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടും? 3. 1 2 0.0. ഇത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. 13/40 നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. 40 നമ്മളെങ്ങനെ എഴുതി? 4 × 10. അത് കൂടെ ഒരു 25 കൂടി ഗുണിച്ച് കഴിഞ്ഞ് നമുക്ക് 1000 കിട്ടും. അപ്പോൾ 25 ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഗുണിച്ച് ഈക്വൽ ടു 13 × 25 325/1000 ഈക്വൽ ടു 325. 3 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക, 0 ഇടുക. ഇതാണ് മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം 7/80. 7/80. ഇത് ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ്? 4 കൂടെ 2 ഗുണിച്ച 10. അപ്പോൾ ആദ്യം നമുക്ക് 8 × 10. 8 × 10 എത്രയാണ്? 80. അപ്പോൾ ആദ്യം ഞാൻ ഇതിനെ ഇവിടെ നാലാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ഈക്വൽ ടു ആദ്യം ഞാൻ 80-നെ 8 × 10 എന്ന് എഴുതി. 8-നെ വീണ്ടും മാറ്റി എഴുതി. 7/2 × 4 × 10. ഇനി ശ്രദ്ധിക്കുക. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ നമ്മൾ ഈ 80-നെയാണ് നമ്മളിത് മാറ്റി എഴുതി. നമ്മളൊന്നും ഗുണിച്ചിട്ടില്ല. 80-നെ നമ്മൾ ആദ്യം ഒന്ന് മാറ്റി എഴുതി. ഇനി ശ്രദ്ധിക്കുക. ഈ 2 കൂടെ എത്ര ഗുണിച്ചാലാണ് 10 കിട്ടുക? 2 കൂടെ 5 ഗുണിച്ച 10 കിട്ടും. 4 കൂടെ 5 ഗുണിച്ച 10 കിട്ടും അല്ലേ? അപ്പോൾ ആദ്യം 2 × 5 10. അപ്പോൾ ഇത് 10 ആയി. 4 × 5 10 × 10 ഓൾറെഡി മാറ്റിയതോടെ നമ്മൾ എഴുതി. നമ്മളിവിടെ ഏതൊക്കെയാണ് ഗുണിച്ചത്? ഇവിടെ ഒരു 5 ഗുണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു 5 ഗുണിച്ചിട്ടുണ്ട്. 4 × 10 എത്രയാണ്? 4 × 5 10. അപ്പോൾ ഇവിടെ മുകളിൽ ഒരു 5 മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെയും ഒരു 5 മൾട്ടിപ്ലൈ ചെയ്ത് 4 × 5 20. അപ്പോൾ നമുക്ക് 20 പാടില്ല. എത്രയാണ്? 10 100 1000. അപ്പോൾ 4 കൂടെ 25 ഗുണിച്ച് കഴിഞ്ഞാൽ 4 കൂടെ 25 ഗുണിച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 100 കിട്ടും. അപ്പോൾ നമ്മൾ 4 കൂടെ 25 ഗുണിച്ചപ്പോൾ 100 ആയി. 4 കൂടെ 4ൻ്റെ ഗുണനപ്പട്ടികയിൽ ഏതില്ല? 10 ഇല്ല. അപ്പോൾ നമ്മൾ എത്രയാണ് ആക്കിയത്? 100. അപ്പോൾ മുകളിലും ആ 25 ഗുണിച്ച്. നമ്മൾ ഏതൊക്കെയാണ് ഗുണിച്ചത്? 2 കൂടെ ആദ്യം 5 ഗുണിച്ച്, പിന്നെ 4 കൂടെ 25 ഗുണിച്ച്, അത് മുകളിലും ഗുണിക്കുക. ഇനി 7 × 25 × 5 ഗുണിച്ച് കഴിഞ്ഞാൽ 875.
ബൈ ഇവിടെ എത്രയാണ് ആവുണ്ടാവുക? 4 ഇൻറ്റു 2 ഇൻറ്റു 5 10 ഇൻറ്റു 4 ഇൻറ്റു 25 100 ഇൻറ്റു 10 10,000 ആണ് ആവുക. അപ്പോൾ 875 ബൈ 10,000 1 2 3 4 ഈക്വൽ ടു, ഇനി പോയിൻ്റ് ഉള്ളതാണ് പണി. ഇനി 875 എത്ര സ്ഥാനം കഴിഞ്ഞിട്ട പോയിൻ്റ്? 4. 1 2 3 4 പോയിൻ്റ് ഇടുക, ഫ്രണ്ടിലൊരു 0 ചേർക്കുക. ഇതാണ് 4ാമത്തെ ചോദ്യം. ഇനി 5ാമത്തെ ചോദ്യം നോക്കാം. 5 ബൈ 16 സമം, ആദ്യം നമ്മൾ 16നെ 4 ഇൻറ്റു 4 എന്ന് മാറ്റി. 4 ഇൻറ്റു 4 16 ഈക്വൽ ടു 4 കൂടെ 25 ഗുണിച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടി? 100 കിട്ടി. അപ്പോൾ ആദ്യം 4 ഇൻറ്റു 25 ഗുണിച്ച് ആ 25നെ ന്യൂമറേറ്ററിലും ഗുണിക്കുക. ഈ 4 കൂടെ വീണ്ടും ഒരു 25 ഗുണിച്ച് കഴിഞ്ഞാൽ 100 കിട്ടി. ആ 25നെ മുകളിൽ വീണ്ടും ഗുണിക്കുക. ഇനി 25ഉം 25ഉം നമ്മൾ ഗുണിക്കുക. ഒപ്പം 5 ഗുണിച്ച് കഴിഞ്ഞാൽ 3125 എന്ന് വരും. ബൈ 4 ഇൻറ്റു 25 100, 4 ഇൻറ്റു 25 100 സമം 3125 ബൈ 10,000 സമം 3125. 4 സ്ഥാനം കഴിഞ്ഞ് പോയിൻ്റ് ഇടുക. 1 2 3 4 പോയിൻ്റ് ഇടുക, ഫ്രണ്ടിലൊരു 0 ചേർക്കുക. ഇതാണ് ഫസ്റ്റ് പാർട്ടിൽ വരുന്ന 5 ചോദ്യങ്ങൾ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ചോദ്യം നോക്കാം. ഫൈൻഡ് ദ ഡെസിമൽ ഫോം ഓഫ് ദി ഫോളോയിങ്. അതായത് താഴെ കൊടുത്തിരിക്കുന്നതിനെ എന്തിലേക്ക് മാറ്റണം? ഡെസിമൽ ഫോമിലേക്ക്. ചുവടെയുള്ള തുകകളുടെ ദശാംശ രൂപം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് എന്ത് ചെയ്യാം? ചെയ്ത് തുടങ്ങാം. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം 1/5 പ്ലസ് 1/25 പ്ലസ് 1/125 അപ്പോൾ ആദ്യം നമ്മൾ പവറുകൾ എങ്ങനെയാവണം? 10 100 1000 അങ്ങനെ ആക്കി മാറ്റണം ആദ്യം. അപ്പോൾ 5 കൂടെ 2 ഗുണിച്ചാൽ എത്രയായി? 10 ആയി. അപ്പോൾ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഗുണിച്ച് പ്ലസ് 1/25 കൂടെ 4 ഗുണിച്ച് കഴിഞ്ഞാൽ എത്രയായി? 100 ഇൻറ്റു 1/125. 125 കൂടെ 8 ഗുണിച്ച് കഴിഞ്ഞ് നമുക്ക് എത്ര കിട്ടും? 1000 കിട്ടും. ഗുണിച്ച് കാണിച്ചു തരാം. 125 ഇൻറ്റു 8 5 40 0 ബാക്കി 4 2 8 16 16 4 20 2 1 8 2 10. ഇനി അപ്പോൾ നമ്മളൊക്കെ പവർ 10ൻ്റെ പവറുകളായി. അപ്പോൾ 2/10 പ്ലസ് 4/100 പ്ലസ് 8/1000. 8ഉം 2 പ്ലസ് അത് നമുക്ക് പോയിൻ്റിലേക്ക് മാറ്റാം, അത് നല്ലത്. അപ്പോൾ 2/10 നമുക്ക് 0.2 എന്ന് എഴുതാം. പ്ലസ് 4/100നെ 0.04 പ്ലസ് 8/1000ന് 0.008. എന്ത് ചെയ്ത് 3 തമ്മിൽ കൂട്ടി വെക്കാം. 0.2 പ്ലസ് 0.04 0.008 കൂട്ടി വെക്കാം. 8 4 2.0. അപ്പോൾ 0.248 പോയിന്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് പിന്നെ എഴുതണ്ട, ഉത്തരം മാത്രം എഴുതാം. 0.248. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. 1/5 പ്ലസ് 1/5² പ്ലസ് 1/5³ പ്ലസ് 1/5⁴ ഈക്വൽ ടു 1/5 നമ്മൾ ആദ്യം 10 ആക്കുമ്പോൾ 5 ഇൻറ്റു 2 10. ഇവിടെ നോക്കി നോക്കുക, 5ൻ്റെ സ്ക്വയർ എത്ര? 25. 25 കൂടെ ഇവിടെ എന്താണ്? 5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ആണ്.
25 കൂടെ 4 ഗുണിച്ചാൽ എത്ര കിട്ടും? 100 കിട്ടും. 4 ഗുണിച്ചാൽ 25 കൂടെ 4 ഗുണിച്ചാൽ നമുക്ക് 100 കിട്ടും. അപ്പം ഈ 4 നമുക്ക് സ്ക്വയർ ആക്കി എഴുതുമ്പോൾ 2ൻ്റെ സ്ക്വയറാണ് 4 അല്ലേ? അപ്പോൾ 1/5 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ എന്ന് എഴുതാം. 5ൻ്റെ സ്ക്വയർ 25, 2ൻ്റെ സ്ക്വയർ 4, 4×25 100 പ്ലസ് ഇനി 1/ എത്രയാണ്? 5 ക്യൂബാണ്. 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 5 × 25, 5 × 25, 25 × 5 125 ആവണം. 5 2 125. അപ്പോൾ 5 ക്യൂബ് 125 125 കൂടെ 8 ഗുണിച്ചാൽ നമുക്ക് 1000 കിട്ടും. അപ്പോൾ അതിനെങ്ങനെ എഴുതാം? 2ൻ്റെ ക്യൂബ്, അതായത് 2 × 2 എത്രയാണ്? 8. അപ്പോൾ നമുക്കിവിടെ 2 ക്യൂബ് പ്ലസ് ഈ ബാക്കിയുടെ എത്ര? 5/4 5/4 ഇൻറ്റു അപ്പോൾ എന്തായിരിക്കും? 2/4. അപ്പോൾ ഇവിടെ എത്ര ചെയ്ത്? 10, ഇവിടെ 100, ഇവിടെ 1000 ആവും. അപ്പോൾ അടുത്ത എത്രയായി? 10000 ഈക്വൽ ടു ഇനി ഇവിടെ ഇതിനെ മാറ്റുമ്പോൾ നമുക്ക് 2/10 പ്ലസ് ഇവിടെ നമ്മൾ താഴെ ഗുണിക്കുമ്പോൾ എന്ത് ചെയ്യണം? അതേ നമ്പറിനെ മുകളിലും ഗുണിക്കണം. ഇവിടെ ഗുണിക്കാൻ മറന്നു. 2 ക്യൂബ്, ഇവിടെ 2/4. ഇനി 2ൻ്റെ സ്ക്വയർ 4/100 പ്ലസ് 2ൻ്റെ ക്യൂബ് 8/100 1000 പ്ലസ് 2/4 16/1000 ഈക്വൽ ടു 2/10 0.2 പ്ലസ് 0.04 പ്ലസ് 0.008 പ്ലസ് 0. ഇവിടുത്തെ സാധനം കഴിഞ്ഞിട്ടാ 1 2 3 4 0.0016 4 സ്ഥാനം കഴിഞ്ഞിട്ടല്ലേ? 1 2 3 4 4 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് ഇനി എന്ത് ചെയ്യണം? ഇവയെല്ലാവരും തമ്മിൽ കൂട്ടാൻ വേണ്ടിയിട്ട് 0.2 പ്ലസ് 0.04 പ്ലസ് 0.008 പ്ലസ് 0.0016 കൂട്ടുമ്പോൾ 6 8 1 9 4 2.0 ഉത്തരം എത്രയാണ്? 0.2496. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ 1/2 പ്ലസ് 1/2 സ്ക്വയർ പ്ലസ് 1/2 ക്യൂബ് ഈക്വൽ ടു 2ൽ കൂടെ 5 ഗുണിച്ചാൽ 10 അപ്പോൾ 2 × 5 × 5 പ്ലസ് 2ൻ്റെ സ്ക്വയർ 4 കൂടെ എത്ര ഗുണിച്ചാലാണ് 100 കിട്ടുക? നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര ഗുണിച്ചാൽ മതി? 25. അപ്പോൾ 1/2 സ്ക്വയർ ഇൻറ്റു 5ൻ്റെ സ്ക്വയറാണ് 25. അപ്പോൾ 25 × 4 100 പ്ലസ് 1/2 ക്യൂബ്. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 16. ഇനി ആ 16 കൂടെ ഇവിടെ എത്രയാണ്? 5ൻ്റെ ക്യൂബ് എത്രയായിരുന്നു? 5ൻ്റെ ക്യൂബ് 125. അപ്പോൾ 2 × 2 × 2 എത്രയാണ്? 8. 8 × 25. 8 × ഇവിടെ എത്രയാണ്? 2 ക്യൂബാണ്. അപ്പോൾ നമ്മൾ എത്രയാണ് ഗുണിക്കേണ്ടി വരിക? 5ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 125. 125 കൂടെ 8 ഗുണിച്ചാൽ 1000 കിട്ടി. 8 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? നേരത്തെ പറഞ്ഞു 2 × 2 × 2. അതിനെ ഇവിടെ കിടക്കുന്നത് 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 × 2 × 2 ഇൻറ്റു 5ൻ്റെ ക്യൂബാണ് എത്ര? 125. അപ്പം 5 ക്യൂബ് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഗുണിക്കുക. ഇനി ഒരു 5 5/10 പ്ലസ് 5ൻ്റെ സ്ക്വയർ 25/100 പ്ലസ് 125/1000. ഇനി ഇതിന് ഡെസിമൽ ഫോമിലേക്ക് മാറ്റുമ്പോൾ 0.5 പ്ലസ് 0.25 പ്ലസ് 0.125. ഇത് 3 തമ്മിൽ എന്ത് ചെയ്യണം?
കൂട്ടാൻ വേണ്ടിയിട്ട് 0.5 പ്ലസ് 0.25 പ്ലസ് 0.125 5 5 2 7 5 2 7 1 8.0 ഉത്തരം 0.875. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യനിലെ 3 സബായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം നോക്കാം. A 2-digit number divided by another 2-digit number gives 5.875. What are the numbers? അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 5.875. ഒരു 2-digit നമ്പറിനെ മറ്റു 2-digit നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 5.875 കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ 2-digit നമ്പർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് കിട്ടിയ ഉത്തരം എത്രയാണ്? 5.875. അതിനെ നമ്മൾ ഫ്രാക്ഷൻ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? 5.875 ബൈ ഇവിടെ എത്ര നമ്പർ കഴിഞ്ഞിട്ട് 0.3, അപ്പോൾ എത്ര ആയിട്ടായിരിക്കും? 1000 ആയിട്ട് ഡിവൈഡ് ചെയ്ത്. അപ്പോൾ ഇതിൻ്റെ ഫ്രാക്ഷണൽ ഫോമാണ്, ഭിന്നരൂപമാണ് ഇത്. അപ്പോൾ നമ്മൾക്ക് ഇത് രണ്ടും എത്രയാണ്? 4-digit നമ്പറാണ് അല്ലേ? ഈ 5575/1000 ആണ് എത്രയെന്ന് പറഞ്ഞാൽ 5.875 എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഒരു 2-digit നമ്പറിനെ ഒരു 2-digit നമ്പർ ആക്കിയിട്ട് എന്ത് ചെയ്യണം? ഹരിച്ചാലാണ് നമുക്ക് ഈ ഉത്തരം കിട്ടുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 2-digit നമ്പർ കണ്ടുപിടിക്കുന്ന ആദ്യം 1875ൻ്റെ LCM ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് 2-digit നമ്പർ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് 5 ആണ്. 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പോവും. ഒരു 5 5 ഒരു 5 5 2 5 10 അപ്പോൾ ഒരു 5 5 വീണ്ടും എടുക്കുക. നമുക്കിവിടെ എത്ര വേണ്ടത്? 8. 5 കഴിഞ്ഞാൽ 6 7 8. നമ്മളിവിടെ എത്ര എടുത്തിരിക്കുന്നത്? ഒരു 5 5. നമുക്കിവിടെ 8 വേണ്ടത്. അപ്പം 5 കൂടെ എത്ര കൂട്ടി 8 കിട്ടും? 3. അപ്പോൾ ഇവിടെ ഈ 7 തൊട്ട് ഫ്രണ്ടിൽ 3 കൊടുത്ത് അപ്പോൾ 37 5ൻ്റെ ഗുണപ്പട്ടികയിൽ 37 ഇല്ല, പക്ഷേ 35 ഉണ്ട്. 7 5 35. അപ്പം 35 കൂടെ എത്ര കൂട്ടിയാലാണ് ഈ 37 കിട്ടുക? 2. അപ്പോൾ 25. ഇനി 5 5 25 കറക്റ്റ് പോയി. വീണ്ടും 5. 5ൻ്റെ ഗുണപ്പട്ടികയിൽ 1 ഇല്ല, 11 ഇല്ല, പക്ഷേ 10 ഉണ്ട്. 2 5 10. നമുക്ക് 11 വേണ്ടത്. 10 കിട്ടിയത്. 11 ആവാൻ ബാക്കി 1. അപ്പോൾ 1 ഈ 7ൻ്റെ ഫ്രണ്ടിൽ ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇത് എത്ര വായിക്കുക? 17. 5ൻ്റെ ഗുണപ്പട്ടികയിൽ 17 ഇല്ല, 15 ഉണ്ട്. 5 15. 15 കൂടെ എത്ര കൂട്ടിയാൽ 17 കിട്ടുക? 15 കഴിഞ്ഞാൽ 16 17. എത്രയാണ്? 2. 25 കറക്റ്റ് ഉണ്ട്. 5 5 25. ഇനി 235. 5ൽ വീണ്ടും പോകാൻ നോക്കാം. 5 4 5 20. നമുക്ക് എത്ര വേണ്ടത്? 23. 20 കൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ 23 കിട്ടി. 5ൻ്റെ ഫ്രണ്ടിൽ ഇട്ട് കൊടുത്താൽ 35. 7 5 35. ഇനി 47. 47ൻ്റെ ഗുണപ്പട്ടിക മാത്രമേ പോവുള്ളൂ. അപ്പോൾ ഒരു 47. അപ്പോൾ നമുക്ക് ഈ 5875നെ 5 × 5 × 5 × 47 ബൈ 10 × 10 × 10 എന്ന് എഴുതാം. ഇതിൽ നമുക്ക് ഈ 10ന് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ വേണ്ടി പറ്റും? ഈ ഇവിടെ 10 10 10. ഇനി 5 × 5 × 5 × 47 ബൈ 10നെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് 10നെ 2 × 5 10. അടുത്ത 10നെ 2 × 5 2 × 5. ഇതൊരുപോലുള്ളത് എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. ഈ 5ഉം 5ഉം ക്യാൻസലായി. 5ഉം 5ഉം ക്യാൻസലായി. ഈ 5ഉം 5ഉം ക്യാൻസലായി. ബാക്കി എത്രയുള്ളത്? 47/2. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. 2 × 2 4 × 2 8. 47/8. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 2-digit നമ്പറിനെ 2-digit നമ്പറായിട്ട് ഹരിക്കണം. ഇവിടെ എത്ര ഡിജിറ്റേ ഉള്ളൂ? ഒരു നമ്പറേ ഉള്ളൂ. അപ്പോൾ അത് എത്ര ആക്കണം? 2 അക്കം ആക്കണം. ഇപ്പോൾ 8 കൂടെ ഞാൻ 3 ഗുണിച്ച് നമ്മൾ ഡിനോമിനേറ്റർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററും ചെയ്യണം. അപ്പോൾ നമ്മൾ വെറുതെ ഞാൻ 8 കൂടെ 3 ഗുണിച്ചപ്പോൾ 3 8
324. അപ്പോൾ 8 എത്രയായി? 2 ഡിജിറ്റ് നമ്പറായി. അപ്പോൾ വെറുതെ ആ 8നെ 8ൽ കൂടെ 3 ഗുണിച്ചത്, അതേപോലെ 3നെ ന്യൂമറേറ്ററിലും ഗുണിക്കുക. 47 × 3, 3 7 21, ബാക്കി 2, 3 4 12, 13 14. ഇത് എത്രയായി? 3 ഡിജിറ്റായി. അപ്പോൾ എത്ര ഗുണിക്കാൻ പറ്റില്ല? 3 ഗുണിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക? 2 ഗുണിക്കുക. 2 ഗുണിച്ച് എത്രയായി? 2 ഡിജിറ്റ് നമ്പറേ കിട്ടുള്ളൂ. 47 × 2 94 ബൈ 2 × 4 2 8 16. അപ്പോൾ മുകളിലും താഴെ എത്രയായി? 2 ഡിജിറ്റ് നമ്പറായി. അപ്പോൾ 94/16 ചെയ്തപ്പോഴാണ് എത്ര കിട്ടിയത്? 5.875 എന്ന ഉത്തരം കിട്ടിയത്. ഇതാണ് പേജ് നമ്പർ 116 വരുന്ന ചോദ്യങ്ങൾ. 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നമ്മൾ 3 ക്വസ്റ്റ്യൻസും കുറച്ച് വർക്കൗട്ട് പ്രോബ്ലങ്ങളും ചെയ്ത് നോക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കി പഠിക്കുക, കോപ്പി അടിക്കാതിരിക്കുക. ഹോംവർക്ക് മാത്രം കോപ്പി അടിച്ച് ചെയ്യരുത്. മാക്സിമം ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.